ശുദ്ധ മലയാളത്തിൻ്റെ ആളായി അറിയപ്പെടുന്ന സഖാവ് എം.എ. ബേബി അവതാരകൻ്റെ റോളിൽ വരുന്നു. സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് സംഗമത്തിൻ്റെ ഭാഗമായി കേരള ബുക്ക് മാർട്ടിൻ്റെ ഡോക്യുമെൻ്ററിയിലാണ് എം.എ. ബേബി അവതാരകനായത്. പ്രശസ്ത കഥാകാരൻ ടി പത്മനാഭനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് എം.എ. ബേബിയാണ്. കഥാകാരൻ എന്ന പേരിൽ അറിയപ്പെടാനാണ് ടി പത്മനാഭൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ളത്. 1984 17-ാം വയസ്സിൽ സ്കൂൾ ഫൈനൽ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യ കഥയായ കുറ്റവാളി എഴുതിയത്. വർഷങ്ങൾക്കിപ്പുറവും കഥാസാഹിത്യത്തിന്റെ അവിസ്മരണീയമായ സാധ്യതകൾ കാട്ടിത്തന്നുകൊണ്ട് അദ്ദേഹം നമുക്കിടയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ അനുഭവങ്ങൾ ഡോക്യുമെന്ററിയാക്കുകയാണ് സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ കേരള ബുക്ക് മാർട്ട്. അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു സാംസ്കാരിക സംഗമമാണ് സാംസ്കാരിക വകുപ്പ് ആലോചിക്കുന്നത്. അപ്പോൾ അതിൽ പപ്പേട്ടൻ പങ്കെടുക്കണം എന്നുള്ളത് പറയാൻ ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ കത്തും പപ്പേട്ടന് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം പഴയ ഓർമ്മകൾ, സാഹിത്യ സംബന്ധിയായിട്ടുള്ള ആലോചനകൾ, വ്യത്യസ്ത വിഷയങ്ങളിലുള്ള പപ്പേട്ടൻ്റെ ചിന്തകൾ അതെല്ലാം പങ്കുവെക്കുകയായിരുന്നു. ഡിസംബർ 20 മുതൽ 22 വരെ കൊച്ചിയിൽ നടക്കുന്ന ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് സംഗമത്തിൽ ടി പത്മനാഭൻ പങ്കെടുക്കും. ആ ചടങ്ങിൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ടി പത്മനാഭൻ എഴുതിയ ഗസയിലെ കുട്ടികൾ എന്ന ലേഖനം വായിക്കും. ഈ 97-ാം വയസ്സിലും ടി പത്മനാഭൻ ഒരു കഥയുടെ ഒരുക്കത്തിലാണ്. സത്യം ആർക്കറിയാമെന്നാണ് പുതിയ കഥയുടെ പേര്. ഇതിനോടകം മനസ്സിൽ എഴുതിക്കഴിഞ്ഞ കഥ അടുത്ത ദിവസങ്ങളിൽ തൂലികയിൽ വിരിയും. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.